ഇത് മഹാബലിക്ക് 100 പുത്രന്മാരും 2 പെൺമക്കളും ഉണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എനിക്ക് തോന്നിപ്പോയി, ഇത്രയും വലിയ മഹാവിഷ്ണുവിന് വന്ന് വേഷപ്രച്ഛന്നായിട്ട് വന്ന് ഇങ്ങനൊരു കാപട്യം കാണിക്കേണ്ട ആവശ്യമുണ്ടോ? മഹാബലിയുടെ മുൻപിൽ അദ്ദേഹത്തിന് പോലും അങ്ങനെ നിൽക്കേണ്ടി വന്നു. ഇദ്ദേഹത്തിന്റെ മഹത്വം എത്രമാത്രം വലുതാണ് എന്ന് നമ്മളെ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തുക. സാർ നമസ്കാരം. ഓണം വരാൻ പോവാണ്. നമ്മളെല്ലാം മലയാളികളെല്ലാം മഹാബലി കാത്തിരിക്കുകയാണ്. എന്താണ് മഹാബലിക്ക് ഇത്രയേറെ മഹത്വം ഉണ്ടാകാൻ കാരണം? ആ ചോദ്യത്തിൽ തന്നെ അതിനൊരു ചെറിയ ഭാഗം ഉത്തരവുണ്ട്. കാരണം മഹാബലിക്ക് മഹത്വം ഉണ്ടെന്ന് പറയുന്നല്ലോ. അതെ, തീർച്ചയായിട്ടും. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മഹത്വം പറയാൻ തുടങ്ങിയാൽ നമ്മൾ സാധനം കേട്ടിട്ടില്ലേ, 1000 നാവുള്ള ഒരു അനന്തന് പോലും പറയാൻ പറ്റാത്തതുപോലുള്ള മഹത്വങ്ങളുണ്ട്, വൈശിഷ്ട്യമാണല്ലോ. അതിൽ പ്രധാനമായിട്ട് നമുക്ക് വളരെ ജനകീയമായിട്ട് അറിയാവുന്നതാണ് ഇന്നത്തെ കാലത്തെ ഭരണ സാമർഥ്യം, അല്ലേ? അതെ, തീർച്ചയായിട്ടും. കള്ളവുമില്ല, ചതിയുമില്ല. ജനങ്ങളുടെ മാത്രമല്ല, അതെ, അദ്ദേഹത്തിനും ഇല്ലായിരുന്നു. ആ ഭരണകാലത്തൊന്നും എവിടെയും ഇല്ലായിരുന്നു. ഭരണകാലത്ത് എവിടെയില്ല, ഭരണകർത്താവിനും ഇല്ലായിരുന്നു. അതാണ് വലിയ നമ്മുടെ ഇപ്പോഴത്തെ ഭരണാധികാരികളെ പോലെ അല്ല. അത്ര എന്തായാലും അതാണ് ഒരു വലിയ അതാണ് മഹത്വത്തിൻ്റെ സവിശേഷത. അപ്പോൾ അതെന്നെ ഭരണത്തെ പറ്റി പറഞ്ഞപ്പോൾ ഒരുപാട് പറയാനുണ്ടെങ്കിൽ വളരെ സമകാലീനമായിട്ടൊരു കാര്യം പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നത്, ഈ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു പഞ്ചപാണ്ഡവർ രാജ്യഭരണം ഏറ്റു. അപ്പോൾ യുധിഷ്ഠിരനാണല്ലോ മുഖ്യമന്ത്രി, സ്ഥാനം പോലെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തെ യുധിഷ്ഠിരന സന്തോഷാധിക്യം കൊണ്ടോ നമുക്കൊക്കെ ആണല്ലോ, ഇപ്പം എന്നെ പോലുള്ള സാധനക്കാർക്കൊക്കെ അങ്ങനെ നമുക്ക് ഇച്ചിരി പൊങ്ങച്ചൊക്കെ പറയും അങ്ങനെയാണെന്ന്. അപ്പോൾ കുറേയൊക്കെ ആൾക്കാർ ചിലപ്പോൾ സഹിക്കുന്നാലും ഈ യുധിഷ്ഠിരൻ്റെ പൊങ്ങച്ചം പറഞ്ഞപ്പോൾ ഒരിക്കൽ ശ്രീകൃഷ്ണനെ കണ്ടിട്ട് ജനങ്ങളൊക്കെ പറഞ്ഞു, അളിയനില്ലയോ, പിന്നെ ഒരു സൗഹൃദം പറയാമല്ലോ എന്ന് കരുതി പറഞ്ഞു, കൃഷ്ണ ഇത് എപ്പോഴും ഇദ്ദേഹം ഇങ്ങനെയാണത്, ഞങ്ങൾക്കൊക്കെ ഒരു മടുപ്പ് തോന്നുന്നു. അദ്ദേഹത്തെ പറ്റി വലിയ ധാരണയാണ്, വലിയ മതിപ്പുണ്ടെങ്കിലും കൃഷ്ണല്ലേ ആളെ പിന്നെ പെട്ടെന്നെല്ലാം ചാടിക്കയറെല്ലാം ചെയ്യുമോ, അറിയാമല്ലോ ഏറ്റു എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ അറിയാം ഇത് നേരിട്ടെന്ന് പറഞ്ഞാൽ കൃഷ്ണൻ എന്താ ധർമ്മപുത്രൻ എന്താ വിചാരിക്കുക, ചില അസൂയുണ്ട് അളിയൻ എൻ്റെ ഭരണത്തിൽ അതല്ലേ. അപ്പോൾ അത് കൃഷ്ണൻ ഇതറിയാവുന്നതുകൊണ്ട് വളരെ സൗമ്യമായിട്ട് പറഞ്ഞു, നമുക്ക് നാളെ ഒരു സ്ഥലം വരെ യാത്ര പോകണം. കൃഷ്ണൻ പറഞ്ഞല്ലേ, അപ്പം നമ്മളൊക്കെ അന്ന് എവിടെ എന്താണെന്ന് വിശദീകരണം ചോദിക്കാതെ തൃപ്തിപ്പെടത്തില്ലല്ലോ. അപ്പം തന്നെ കൃഷ്ണൻ റെഡിയായി, അടുത്ത ദിവസം യാത്രയായി. യാത്ര പുറപ്പെട്ട് ചെന്ന് കയറുന്നത് മഹാബലിയുടെ അടുത്ത്. ചെന്നപ്പോൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലെങ്കിലും ഔപചാരികമായിട്ട് പരിചയപ്പെട്ടു. അപ്പോഴാണ് മഹാബലി ചോദിച്ചു, എങ്ങനെയുണ്ട് ഭരണമൊക്കെ? അപ്പോൾ ചോദിക്കാത്ത താമസം ഇദ്ദേഹം ഇതൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങി. മഹാബലി ക്ഷമാപൂർവ്വം കേട്ടിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ കേട്ടിട്ട് മഹാബലിക്കൊരു വലിയ ഒരു പന്നും ഒരു കൊണ്ട് അങ്ങോട്ട് ഒരു എന്താ നമ്മൾ പറയത്തില്ല, അങ്ങോട്ട് എറിക്കുന്നില്ല എന്ന് തോന്നി ധർമ്മപുത്രക്ക്. അപ്പോൾ അത് മഹാബലിക്ക് മനസ്സിലായി. അപ്പോൾ അത് ചോദിക്കാൻ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു അല്പകാലം അവിടെ ഒരു ഭരണമൊക്കെ നടത്തിയിരുന്നതാണ്. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞ എന്തൊക്കെയാണ്, ഇവിടെ വാർദ്ധകാല പെൻഷൻ കൊടുക്കുന്നുണ്ട്, അതികളെ സംരക്ഷിക്കുന്നുണ്ട്, തൊഴിലാവേതനം കൊടുക്കുന്നുണ്ട്, അങ്ങനെ എല്ലാം സുഭിക്ഷമാണെന്നാണ് പറയുന്നത്. അപ്പോഴാണ് മഹാബലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും അല്പകാലം ഭരണമൊക്കെ നടത്തിയിട്ടുണ്ട്, പക്ഷെ അന്ന് ഞാൻ ഈ വാർദ്ധകാല പെൻഷൻ കൊടുക്കത്തില്ലായിരുന്നു. അപ്പോൾ മഹാബലി അയ്യോ അപ്പോഴത്തേക്ക് ധർമ്മഷ്കാർപ്പം ഒരു ഇതായി, ഞാനതിന് കേവനായല്ലോ. അതുപോലെ തൊഴിലില്ലായ്മയൊന്നും ഞാൻ കൊടുക്കത്തില്ലായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ ഗ്രേഡ് ഒരു ഇത് സന്തോഷമായി വർദ്ധിച്ചു, സന്തോഷമായി. പിന്നെ അതുപോലെ ഈ അഗതി മന്ദിരങ്ങളൊന്നും ഇല്ലായിരുന്നു. അഗതികളെല്ലാം അലഞ്ഞിരിഞ്ഞ് നടക്കുമായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കാരണം അന്ന് തൊഴിലില്ലായ്മയില്ല. അതെ, അപ്പോൾ അതിൻ്റെ വേദന വേണ്ട. അഗതികളില്ല, അവരുണ്ട്. വാർദ്ധകാല പെൻഷൻ ഇല്ല, കാരണം അവരുടെ അനന്തരാവകാശികളോ മക്കളോ വേണ്ടപ്പെട്ടവരോ അവരെ സംരക്ഷിക്കാനുള്ള പ്രാപ്തിയുള്ളവരാണ്. അങ്ങനെ സമ്പൽ സമൃദ്ധമായ സുഖസമൃദ്ധമായ ആനന്ദകരമായ ഒരു ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ യുധിഷ്ഠിരൻ എന്താ മറുപടി പറയുക? അപ്പോൾ യുധിഷ്ഠിരൻ മനസ്സിലായി, നമ്മുടെ നാട്ടുഭാഷ അങ്ങനെ പറയത്തില്ലേ. അപ്പോൾ മഹാബലി മോശക്കാരനല്ലാണോ? ഭരണം മാത്രമല്ല, പറയാനും അറിയാം. അല്ല നമ്മൾ എടുത്തേൻ്റെ കൂട്ടെ ഇത് പറയുന്നതാണ് ശരി, എണീക്ക് എന്നല്ല പറയുന്നതാണോ? അവിടെ ഇരുത്തി മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് യുധിഷ്ഠിരൻ തോന്നി, പറഞ്ഞൊക്കെ ശരിയല്ലേ, ഇതാണോ ഒരു ക്ഷേമരാഷ്ട്രം അല്ലേ? ആൾ തൊഴിലില്ലാതെ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അത്രയും ഒരു നഷ്ടമല്ലേ വരുന്നത്? രാജ്യത്തിൻ്റെ നഷ്ടമല്ലേ ആളുകൾക്ക് ജോലി ചെയ്യാമെന്ന് തൊഴിലില്ല എന്ന് പറയുന്നത്. പിന്നെ മറ്റ് ജനകീയമായിട്ട് കൂടി ഇതൊക്കെ ഒരു
പ്രത്യേക ഏടായതുകൊണ്ട് ചിലപ്പോൾ എല്ലാവരും അത് മഹാബലിയുടേത് നമ്മൾ എപ്പോഴും ഒരു കഥ പോലെ പറഞ്ഞു കേൾക്കുന്ന കാര്യമാണ്. അതെ. അപ്പോൾ ഇത് ആ പറഞ്ഞു കേട്ടിട്ടുള്ള കഥയിൽ മഹാബലി എന്ന് പറയുന്നത് കള്ളവുമില്ല ചതിയുമില്ല എന്ന് പറയുന്ന ഒരു വലിയ സമത്വ സുന്ദരമായ രാജ്യത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു, അല്ലെങ്കിൽ രാജാവായിരുന്നു. അപ്പോൾ അത്രയേറെ മഹത്വം കാലങ്ങൾ കഴിയും തോറും മഹാബലിയുടെ മഹത്വം ഇങ്ങനെ കൂടി കൂടി വരികയാണ്. അതെ, ഇന്നും അത് നിലനിൽക്കുകയാണ്. അതെ. അപ്പോൾ അതിനൊരു ഇതല്ലാതെ ഒരു കാരണം ഉണ്ടാവുമല്ലോ. അതെ. അപ്പോൾ അതിലേക്ക് വന്നതിൽ അതിൽ ഒരേടാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും അത് മഹാബലി ഭൂമിയിൽ നിന്ന് പോയതിന് ശേഷമുള്ള ഒരേടാണ് ഞാൻ ഈ പറയുന്നത്. അതിന് മുമ്പുള്ളതല്ല. അങ്ങനെയാണല്ലോ മഹാബലിയെ കാണാൻ അങ്ങ് അവിടെ ഭൂമി വിട്ട് പോകേണ്ടി വന്നത്. അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെയുള്ള മഹത്വം എന്താണെന്ന് വെച്ചാൽ ഈ മഹാബലി വലിയ വിഷ്ണു ഭക്തനായിരുന്നു, നമുക്ക് അറിയാം. പക്ഷേ അസുരനാണ്. അപ്പം നിരന്തരം ഈ അസുരന്മാരും ദേവന്മാരും തമ്മിൽ ഗുസ്തിയാണ്, അടിയാണ്, അല്ലേ? അതെ. പക്ഷേ യുദ്ധം വന്നാൽ ജയിക്കുന്ന അസുരന്മാർ തന്നെയാണ്. കാരണം ദേവന്മാർ സൂര്യമാന്മാരാണേ, അവർക്ക് സ്ട്രെയിൻ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, പണി ചെയ്യത്തില്ല. പിന്നെ കൈയെടുത്ത് മെയ്യുറിയത്തില്ല. പക്ഷേ അസുരന്മാരങ്ങനല്ല. അപ്പോൾ അവരെപ്പോഴും ജയിക്കും. ഇങ്ങനായി ദേവന്മാരെല്ലാം നാട് വിട്ട് ഒളിവിൽ കഴിയുകയാണ്, ഗതിയില്ല. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും അമ്മ ഒരാളാണെന്നറിയാമോ? അതെ, അസുരന്മാരുടെ ദേവന്മാർ. അതെ അതെ. അപ്പോൾ അമ്മയൊന്ന് മഹാവിഷ്ണുവിനെ കണ്ട് പറഞ്ഞു, എല്ലാവരുടെ കാര്യം വളരെ മോശമാണ് അവസ്ഥ, അങ്ങെങ്ങനെയെങ്കിലും അവർക്ക് ആ സ്ഥലമൊക്കെ തിരിച്ച് മേടിച്ചു കൊടുക്കണം. ഭഗവാനുള്ള കാര്യം പറഞ്ഞു. നമ്മളേക്കും ഭഗവാൻ പക്ഷപാതിയാന്നൊക്കെ ഒരു ചൊല്ലുണ്ട്, ദേവന്മാരുടെ കൂടാണെന്ന്. അദ്ദേഹമുള്ള കാര്യം പറഞ്ഞു, അങ്ങനൊന്നും അല്ല, അമ്മയുടെ മക്കൾ ശരിയല്ല. അതെ. ഭഗവാൻ പറയുന്ന ഒരു കാര്യം, മഹാബലി ഇന്ദ്രലോകത്തിന്റെ അധിപനാകാൻ തക്ക ശ്രേഷ്ഠനാണെന്നാണ് പറയുന്നത്. അത് വരുന്നുണ്ട് ആ ഭാഗത്ത്. അതിന്റെ കാരണമാണ് ഈ പറയാൻ വരുന്നത്. അത് പക്ഷേ മഹാവിഷ്ണു മാത്രം പറഞ്ഞാൽ പോരല്ലോ. നമ്മളിവിടെ ഉള്ളൂ, നമുക്ക് ആ ഭരണാധികാരി കഴിഞ്ഞ പിന്നെ ഞാൻ പറയുന്നതിനപ്പുറം ഇല്ലെന്നും. സത്യമായിരിക്കാം, നേരായിരിക്കാം, പക്ഷേ ഒരു സുതാര്യത വേണമെന്ന് പറയാമല്ലേ. അതെ, തീർച്ചയായിട്ടും. ഈ ഭാരത പുരാണങ്ങളിൽ ഒരു പ്രത്യേകതയായിട്ട് കാണാവുന്നതാണ് സുതാര്യതയാണ് എല്ലായിടത്തും. അതെ, അതിനുള്ള കാര്യം വാസ്തവമായിട്ടാണ് പറയുന്നത്. എല്ലാ ഉദാഹരണം ഉണ്ടെങ്കിൽ തന്നെ, ഉദാഹരണം വ്യാസമഹർഷി, അദ്ദേഹം തന്നെ പറയുന്ന ആരാണ്? ഞാൻ കുള്ളനാണ്, മരവുരി കൊടുത്ത് ജടാവൽക്കൽധാരിയായി, അല്ലേ? അത് ഇതിന് എഴുതരായിരുന്നോ? ഞാൻ കാമദേവൻ എൻ്റെ അനിയനാണെന്നോ ചേട്ടനാണെന്നോ ആരെങ്കിലും തർക്കിക്കുമോ? ഇല്ല. തെളിവെന്ന് ചോദിക്കുമോ? ഇല്ല. അപ്പോൾ ആ സുതാര്യതയുണ്ട്. അതുപോലെ തന്നെയാണ് അത് മഹാഭാരതത്തിന്റെ കഥകളിലെല്ലാം ഒരു സുതാര്യതയുണ്ട്. അതെ, മഹാഭാരതം എല്ലാ കാര്യങ്ങൾക്കകത്തതുണ്ട്. അതെ. അപ്പോൾ അങ്ങനെ മഹാവിഷ്ണുവിനോട് പറഞ്ഞു. അപ്പോൾ മഹാവിഷ്ണു പറയും, ശരി എങ്കിലും ഞാൻ നോക്കട്ടെ. അത് രാജ്യം തിരിച്ചറിയാമെന്ന് എനിക്ക് അദ്ദേഹത്തോട് പറയാനൊക്കത്തില്ല, അതൊക്കെ അന്യായമാണ്, അതൊന്നും പറയാനൊക്കത്തില്ല. അദ്ദേഹം എൻ്റെ വലിയ ഭക്തനാണ്, ഇനി ഭക്തനല്ലെങ്കിൽ അന്യായം പറയത്തില്ല ഞാൻ. ശരി, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് പോയി. അപ്പോഴാണ് വാമനാവതാരം എടുത്തിട്ട് വാമനായിട്ടാണ് വരുന്നത്. ശരിക്കും ഈ മഹാബലി മഹാവിഷ്ണുവിൻ്റെ വലിയ ഭക്തനാണ്. അതെ. അവിടെ ഒന്ന് കണ്ണ് കാണിച്ചാൽ മതി, ഈ 3 ലോകം കൊണ്ട് കാൽക്കൽ കൊണ്ടുവയ്ക്കും. അതെ, അത്രയ്ക്ക് വലിയ ഭക്തനാണ്, അല്ലേ? കാരണം അതോടൊപ്പം തന്നെ മഹാബലിയുടെ ജീവിതത്തിൽ, അല്ലെ മഹാബലിയുടെ ഭരണകാലത്തോട് തന്നെ ജീവിച്ചിരിക്കുന്ന സമയത്ത് എപ്പോഴാണ് മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം കിട്ടി മോക്ഷം കിട്ടുക എന്ന് കാത്തിരിക്കുകയാണ്. അതെ. ആ സമയത്ത് എന്തുകൊണ്ടാണ് ഈ മഹാവിഷ്ണു ഇങ്ങനെ ഒരു വേഷപ്രച്ഛനായി വന്നതെന്നുള്ള സംശയം തോന്നുന്നത്, അല്ലേ? അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ട്, ഞങ്ങൾക്കും ഉണ്ട് ആ സംശയം. അപ്പോൾ എനിക്ക് ആ സംശയം വന്നപ്പോഴാണ് കൂടുതലായിട്ട് ഞാനൊന്ന് ശ്രദ്ധിച്ച് വായിക്കാനൊക്കെ ഇടയായിപ്പോയി. ആ വായിച്ച കൂട്ടത്തിൽ ഞാൻ ഗ്രഹിച്ച വിഷ്ണു ഭക്തനായ തന്റെ ഭക്തനെ തന്നെ ചവിട്ടിത്താഴ്ത്താൻ വാമന രൂപത്തിൽ വന്നു മഹാവിഷ്ണു എന്ന് പറയുന്നത് കപടവേഷധാരിയായിട്ട്. ഇന്നാണ് ഇപ്പോൾ ആൾമാറാട്ടത്തിന് കേസെടുക്കാം, അതെ, ചതിവിന് കേസെടുക്കാം, വഞ്ചനയ്ക്ക് കേസെടുക്കാം, അല്ലേ? അതെ അതെ, കേസുകൾ എടുക്കാം. അതെ. അപ്പോൾ അങ്ങനെ മഹാബലിന് ജാമ്യം കിട്ടത്തില്ല ഈ മഹാവിഷ്ണുവിന്. അതെ അതെ, അല്ലേ? അപ്പം ആ ഒരു റിസ്ക്, ആ ഒരു വലിയ ഒരു സാഹസം എടുത്താണ്. ആരെടുത്തോട്ടാണ് പോകുന്നത്? ചക്രവർത്തിത്തോട്ടാണ് പോകുന്നത് വേഷം മാറിയിട്ട്, അല്ലേ? അതെ. ഇന്നിപ്പോൾ കോടതിയിലെ പോലെ ഈ മഷിയില്ലാത്ത നിപ്പൊടിഞ്ഞ പേന അല്ല കയ്യിലിരിക്കുന്നത്, ഉറയ്ക്കാത്ത വാളാണ്. അപ്പോൾ ധൈര്യം വെച്ച് പോയി ചെന്നു. ബാക്കി കാര്യങ്ങൾ നമുക്കറിയാവുന്ന പോലെ തന്നെ തപസ്സനുഷ്ഠിക്കാനായിട്ട് 3 അടി സ്ഥലം ചോദിച്ചു. 3 അടി സ്ഥലം വലിയ കാര്യമാണോ? സമ്മതിച്ചു കഴിഞ്ഞപ്പോഴാണ് ശുക്രാചാര്യ ഗുരു അവിടെ നിന്ന് വിലക്കി, പാടില്ല. ഗുരുവിന് മനസ്സിലായി, പിന്നെ ശുക്രാചാര്യർക്ക് മനസ്സിലായി ഇത് ത്രികാല ജ്ഞാനികളല്ലേ. വേഷപ്രശ്നമായിട്ട് മഹാവിഷ്ണു വന്നിരിക്കുകയാണ്, ഇതോടുകൂടി സർവസ്വവും നഷ്ടപ്പെടാൻ പോവാണ് എന്നാണ് അദ്ദേഹം ധരിച്ചത്. ഒരു പരിധി നമുക്കും തോന്നാം ശരിയാണെന്ന്. അതെ. പക്ഷേ ആ വിലക്കൊന്നും ഇദ്ദേഹം വകവെച്ചില്ല. ഞാൻ വാക്ക് പറഞ്ഞതാണ്, മാറത്തില്ല. അതെ. അപ്പോൾ ഈ 3 അടി എന്ന് പറയുന്നത് എന്താണെന്ന് അദ്ദേഹം ഗ്രഹിച്ചില്ല പൂർണ്ണമായിട്ടും എന്ന് വേണേൽ പറയാം. പക്ഷേ ഗ്രഹിച്ചാലും കാര്യമില്ല എന്ന് പിന്നെ നമുക്ക് മനസ്സിലാവും. വിഷ്ണു ഭക്തനായതുകൊണ്ട് ഇതെല്ലാം അദ്ദേഹത്തിന്റെ കാൽക്കൽ വെക്കാൻ അദ്ദേഹം തയ്യാറാണ്. പക്ഷേ 3 കൂടെ പോകുന്ന അദ്ദേഹം ധരിക്കുന്നില്ല. 3 അടി സ്ഥലം നല്ല ധരിച്ചുള്ളൂ. അപ്പോഴാണ് ഈ 2 അടി സ്ഥലം കഴിഞ്ഞപ്പോഴാണ് ഭൂമി സ്വർഗ്ഗപാതാളങ്ങളെല്ലാം അളന്നു കഴിഞ്ഞു.
ഇനിയിപ്പോൾ എവിടെയാ സ്ഥലം? പിന്നെയുള്ള സ്ഥലം ശിരസ് കാണിച്ചു കൊടുക്കും. ശിരസ് കാണിക്കുകയാണ്. അവിടെയാണ് നമുക്ക് ആ കഥകളിലല്ലേ നമ്മുടെ ധാരണയ്ക്കകത്ത് വരുന്ന ഒരു ചെറിയ എന്താ പറയുക, നമ്മൾ സാധാരണക്കാരായ ആളുകളുടെ കാഴ്ചപ്പാടുകളിൽ നിന്ന് മഹാബലിയുടെ മഹത്വം വ്യത്യസ്തമാണ് അവിടെയാണ്. അതെ, അത് നമുക്കറിയാമല്ലോ, കാല് തലയെ വെച്ച് കഴിഞ്ഞാൽ ചവിട്ടി നിന്ന് താഴോട്ട് പോവാണ്. പക്ഷേ അവിടെ നടന്നത് നമ്മുടെ പാദത്തിനുള്ള പ്രത്യേകത ഈ രണ്ടാമത്തെ ബുദ്ധികേന്ദ്രമാണെന്നാണ് പറയുന്നത്. ശിരസിലുണ്ടല്ലോ, ഇത് രണ്ടാമത്തെ ബുദ്ധികേന്ദ്രമാണ്. അങ്ങനെ പാദാനുഗ്രഹം നടത്തുകയാണ്. നമ്മളൊക്കെ എന്തിനായി ദക്ഷിണ കൊടുത്തിട്ട് പാദം എന്തുകൊണ്ടാണത്? ഇതാണ് കൺസെപ്റ്റ്. പക്ഷെ നമുക്കെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടോ പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് അതിൻ്റെ ആശയം. ഈ സന്യാസിമാർ ശ്രേഷ്ഠന്മാരൊക്കെ വന്നാൽ അവർ പീഠത്തിലോട്ട് കാല് പൊക്കി വെച്ചിരുന്ന് പാദത്തിൻ്റെ അടുത്ത് തൊടത്തില്ലല്ലോ അവിടെ, അവിടെ നല്ല നമസ്കരിക്കാം. അതുപോലെ ഈ മഹാബലിക്ക് പാദാനുഗ്രഹം കൊടുക്കുകയാണ്. പക്ഷേ ആ പാദാനുഗ്രഹം കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം ചോദിക്കും. അങ്ങ് കുറച്ചു കാലം മഹാബലിക്ക് വിശ്രമിക്കേണ്ട ഒരു സാഹചര്യം വരും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ദേവേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ലല്ലോ, ഓരോ കാലഘട്ടത്തിലും. അപ്പോൾ ഓരോ മന്വന്തരങ്ങളിലാണ്. അതെ അതെ അതെ, ഓരോ പ്രപഞ്ചത്തിൽ എന്ന് പറയാൻ മന്വന്തരം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളിവിടെ 5 വർഷം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തുന്ന പോലെ ഓരോ മന്വന്തരം കഴിയും. മന്വന്തരം എന്ന് കഴിയുന്നത് യുഗചക്രം കഴിയുന്നതാണ്. യുഗം എന്ന് പറയുന്നത് തന്നെ ഓരോ യുഗങ്ങളിൽ ലക്ഷക്കണക്കിന്, അതായത് ഒരു മന്വന്തരം എന്ന് പറയുന്നത് ഒരു ബന്ധം നൂറുകണക്കിന് പിന്നെ യുഗങ്ങൾ ചേരുന്നതാണ്. ഒരു യുഗചക്രം 4 യുഗങ്ങളാണ്. ഇതിപ്പോൾ കലിയുഗമാണ്. ഇത് തന്നെ 4 ലക്ഷത്തി ചില്ലുവാനും വർഷമാണ്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അപ്പോൾ ഈ 4 യുഗങ്ങളിൽ തന്നെ 4 കോടി വർഷമാണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള വർഷമാണ്. അപ്പോൾ എത്ര പൂജ്യമൊന്നും നമുക്ക് എണ്ണാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു മന്വന്തരത്തിൽ ഈ പറഞ്ഞതുപോലെ വീണ്ടും ഈ അസുരന്മാരും ദേവന്മാരുമായിട്ട് യുദ്ധം ഉണ്ടാവും. നമുക്കറിയാം സംഭവിക്കുന്ന പോലെ ഈ ദേവന്മാർ തോറ്റു തുന്നം പാടും. അപ്പോൾ ആ സമയത്ത് ദേവനിൻ്റെ കസേരയിലിരിക്കേണ്ടത് ഒരു അസുരനാണ്. സിംഹാസനം ദേവന്റേതാണ്. നമ്മളോട്ട് നമുക്ക് കൂടെ നാളെ മുഖ്യമന്ത്രിയാവാം കസേരയിലിരിക്കാൻ. അപ്പോൾ അത് പാടില്ല. അത് മഹാവിഷ്ണുവിനറിയാം. എങ്ങനെ മഹാബലി അതിന് സർവാത്മന അർഹനാണെന്നുള്ളതും യോഗ്യനാണെന്നുള്ളതും മഹാബലിക്കറിയാം. പക്ഷെ അത് അവിടെയാണ് നമ്മുടെ സുതാര്യത എന്ന് പറയുന്നത്. മഹാവിഷ്ണു അന്നും മഹാവിഷ്ണു ലോകൈകനാഥനാണെങ്കിലും ലോകരെ മാനിക്കുകയാണ് എപ്പോഴും. ലോകബോധ്യം, ആ ലോകബോധ്യത്തിനാണ് ഈ പ്രച്ഛന്ന വേഷധാരിയായിട്ട് വന്ന് ഈ പറയുന്ന 3 അടി ഭൂമി ദാനം ചോദിക്കുകയും ഇത് മുഴുവൻ നഷ്ടപ്പെട്ടു എന്നുള്ളൊരവസ്ഥയിൽ വന്നു കയറുകയും ചെയ്യുകയും അപ്പോഴും വാക്ക് മാറിയില്ല, സത്യസന്ധത പാലിച്ചു. അതാണ് മഹാബലിയുടെ ഒരു മഹത്വം. തർക്കമുണ്ടോ? ഇല്ല, മനസ്സിലായി. അപ്പോൾ ബാക്കി ഭാഗം വരുന്നത്, അപ്പോൾ ആ മന്വന്തരാകുന്നത് വരെ മഹാബലിക്ക് കാത്തിരിക്കണം. അപ്പോൾ ആ കാത്തിരിക്കേണ്ടത് മഹാബലിക്ക് നമ്മളെപ്പോലൊരു കസേരയിട്ടുള്ളൊരു മൂലയ്ക്ക് പോയിരിക്കാൻ ഒക്കുമോ? ചക്രവർത്തിയായിട്ടുള്ള ആളിന്, അത് ഇത്ര വലിയ വിഷ്ണു ഭക്തന്. ഒന്നാമത്തെ കാര്യം നമുക്കൊക്കെ അറിയാം, ഈ ഈശ്വരന്മാർ ഭക്തദാസന്മാരായിരുന്നു, അല്ലേ? നമ്മൾ നമ്മുടെ വീട്ട് അധികാരം കിട്ടിയാൽ നമ്മുടെ ജനങ്ങളുടെ മേളിലല്ല, നമ്മൾ ഒരു ഭക്തദാസനാണ്. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ദാസനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദാസനാണ് മഹാവിഷ്ണു, ഭക്തൻ്റെ മഹാബലി. അതെ, അല്ലല്ല, മഹാബലി ഭക്തനാണ്, ഭക്തദാസനാണ്. അതെ. അപ്പോഴാണ് ചോദിക്കുന്നത്, അങ്ങേർക്ക് എവിടെയാണ് വരേണ്ടത്? എൻ്റെ കൂടെ പിന്നെ പാലാഴിയിലോട്ട് വരുന്നുണ്ടോ? പാലാഴിയെ പറ്റി അറിയാമല്ലോ, അത് വിസ്തരിച്ച് പറയാനുള്ളതാണെങ്കിൽ നമുക്കൊരു ഊഹമുണ്ടല്ലോ. അവിടെ താമസിക്കണോ, അതല്ല കൈലാസത്തിലോട്ട് പോകുന്നോ, എവിടെയാണ് അങ്ങേക്ക് താമസിക്കേണ്ടതെന്ന് ചോദിച്ചു. ആ സമയം വരെ. അപ്പോഴാണ് മഹാബലി പറഞ്ഞു, വേണ്ട, എനിക്ക് അവിടെ പോകണ്ട, എൻ്റെ മുത്തച്ഛനുണ്ട്. ആരാന്നറിയാം മുത്തച്ഛൻ? മഹാബലിയുടെ മുത്തച്ഛൻ്റെ സ്ഥാനത്ത് വരുന്നത് പ്രഹ്ലാദൻ. എനിക്ക് അപ്പൂപ്പൻ്റെ അടുത്ത് പോയാൽ മതി. കാര്യം എന്താണ്? അപ്പൂപ്പന് വലിയ നാരായണ ഭക്തനാണ്, വിഷ്ണു ഭക്തനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ വേണം പോകാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ കൂട്ടുകെട്ട് നല്ല കൂട്ടുകെട്ടായിരിക്കും, അല്ലേ? അതൊക്കെയാണ് ഇത് പുരാണം എന്ന് പറയുമെങ്കിലും കഥയെന്ന് പറയുമെങ്കിലും അതിൽ ഓരോ ഏടുകളും നമുക്ക് മനസ്സിലാക്കിയാൽ നന്മ വരാവുന്ന കാര്യമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഓരോ ഭാഗങ്ങളും, അല്ലേ? നമ്മൾ ആ സത്യസന്ധതയും ആ പറയുന്ന വാക്ക് പാലിക്കുക മഹാബലി ചെയ്തില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? അതെ, മഹാബലി, അതുകൊണ്ടാണ് മഹാബലി ഇത്രയും മഹത്വം. മറിച്ചായിരുന്നെങ്കിലോ? അതെ, മഹാവിഷ്ണു ഇരിക്കുന്ന സുദർശന ചക്രമാണ്, അല്ല ഞാൻ മുമ്പേ പറഞ്ഞ പോലെ. അതെ അതെ അതെ, മുനയൊടിഞ്ഞ പേനയല്ല. പക്ഷേ ആ ഭയമോ അതൊന്നും വേണമെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ചവിട്ടിത്താഴ്ത്താൻ പോവുകയാണെന്ന് അറിയുമ്പോൾ പിന്മാറാമായിരുന്നു. അതെ, പക്ഷേ ഇത് 3 നഷ്ടപ്പെടാൻ പോവാണ്. 3ാമത്തേത് ചോദ്യം അതല്ലേ ശുക്രാചാര്യ വിലക്കിയതാണ്. അതെ, അവിടെയാണ് ചോദിക്കാൻ, ഗുരുവല്ലേ?
ത്യാഗത്തിന്റെയും മഹത്വത്തിന്റെയും ഒരു പൂർണ്ണ രൂപമാണ് ശരിക്കും മഹാബലി എന്ന് പറയുന്നത്. ആ ത്യാഗം എന്ന് പറയുമ്പോൾ അതിനൊരു വിധേയത്വം കൂടെ വരുന്നുണ്ട്. ഇത് അദ്ദേഹത്തിന് വിധേയത്വമല്ല, അദ്ദേഹത്തിൻ്റെ ആ പൗരുഷം, അതിൻ്റെ വ്യക്തിത്വമാണ് അവിടെ കാണിക്കുന്നത്. അതിന് വിധേയനാകുകയല്ല, അദ്ദേഹം അതിന് മുകളിൽ നിൽക്കുന്നത് പോലാണ്. അതെ, ഇത് മഹാബലിക്ക് 100 പുത്രന്മാരും 2 പെൺമക്കളും ഉണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. പെൺമക്കളിലും ഒന്ന് രത്നമാലയും 1 വജ്രമാലയും എന്നാണ് കേട്ടിട്ടുള്ളത്. അതിൽ കുംഭകർണന്റെ ഭാര്യയായിരുന്നു വജ്രമാല. വജ്രമാലയാണോ രത്നമാലയാണോ? അതിൽ ഒരാൾ കുംഭകർണന്റെ ഭാര്യയായിരുന്നു. നമുക്ക് വേറൊരു എന്ന് കേട്ടിട്ടുണ്ട്. സംസാരിക്കാം. കുടുംബേശ്വരം പറയാൻ പോയി നമ്മൾ അത്രയും വലിയ മഹത്വമുള്ള അതിലൊരു മകൾക്ക് ആ സന്ദർഭത്തിൽ വാമൻ വന്നപ്പോണ്ടായ ഒരു പ്രത്യേകത പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല. അതിലൊരു മകൾക്ക് ഈ വാമനെ കണ്ടപ്പം വളരെ ഓമനത്തിൽ തുളുമ്പുന്ന ഒരു കുട്ടിയാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പം എൻ്റെ മകനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. അവസാനം ഭഗവാൻ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നുണ്ട്. അത് പിന്നെ ഒരു അവസരത്തിൽ നമുക്ക് പറഞ്ഞാൽ പോരെ. മഹാബലിയുടെ കാര്യത്തോട്ട് എന്നാലും ഒരു വാക്കിൽ അതങ്ങ് എന്താണെന്ന് പറഞ്ഞു. ഇത് ആകാംക്ഷയുടെ മുൾമുനെ കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവും. മുള്ളൊന്നുമില്ല, വെറും. അപ്പോൾ ഈ ആഗ്രഹം അവിടെയുമാണ്, ഈ ഭക്തദാസന്റെ ഭാവമാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് പെട്ടെന്ന്. അപ്പോൾ ഈ അമ്മാവന് വളരെ വലിയ വാത്സല്യമായിരുന്നല്ലോ ശ്രീകൃഷ്ണനോട്, അറിയാമല്ലോ, കംസനമ്മാവനെ. തീർച്ചയായിട്ടും നമുക്കൊക്കെ അറിയാവുന്നതാണ്, കൂടുതൽ എടുത്ത് പറയേണ്ടത്. അപ്പോൾ അങ്ങനെ കൂട്ടത്തിൽ ഈ വാത്സല്യ ഭാജനത്തിന് എന്തിനെ താലോലിക്കാനായിട്ട് ആരെയാ വിട്ടത്? ഒരാളെ പൂതനെ വിടുന്നുണ്ട് അല്ലേ? അപ്പോൾ പൂതന എന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് നമുക്കൊക്കെ അറിയാം. വിഷം പുരട്ടി കൊടുക്കുന്നതാണ് എന്നാണ്. അപ്പോൾ കൃഷ്ണൻ അവിടെ ചെന്നപ്പോൾ തന്നെ ഈ കൊച്ചാണെങ്കിലും വിഷയമൊക്കെ മനസ്സിലായി. വാ മട്ടില്ല, അവിടെ തിലാഴ്ച കിടന്നു, കൊച്ചൊന്ന് വാരിയെടുത്ത് മകനായിരിക്കണം എന്നുള്ള ആഗ്രഹവും സാധിച്ചു കൊടുത്തു. അപ്പോൾ ഭഗവാന് മുല കുടിക്കുകയാണ്. ആ മുല കുടിച്ച് അവസാനം ജീവൻ പോവാണല്ലോ, മോക്ഷപ്രാപ്തിയാണല്ലോ. അങ്ങനെ ഭഗവാൻ മോക്ഷം കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഭഗവാന്റെ ഭക്തയായിരുന്നു. എന്താണ് കഴിഞ്ഞ ജന്മത്തിൽ, അത് ഈ ജന്മത്തിലും അറിഞ്ഞോ അറിയാതെയോ ആ ആഗ്രഹം ഭഗവാൻ സാധിച്ചു കൊടുക്കുകയാണ്. അതെ, അത് എൻ്റെ മകനായിരുന്നെങ്കിലും ആഗ്രഹിച്ചത് മുല കൊടുക്കാനുള്ള മകനായി തന്നെ വന്നു. അതെ, അപ്പോൾ ആ മാതൃസ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. ആ മാതൃസ്ഥാനത്തിൽ കൂടിയാണ് മോക്ഷപ്രാപ്തി കൂടെ കൊടുക്കുക. ഈ കണക്ഷനൊന്നും ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് ചിലർക്കൊന്നും ഇപ്പോൾ പുതുതായി കേൾക്കുന്ന ആളുകൾക്ക് അറിയില്ലായിരിക്കും. നമ്മുടെ ഒരു നാട്ടുഭാഷയിൽ ഒറ്റയ്ക്ക് പറഞ്ഞ ഒരു പ്രത്യേകിച്ച് പറഞ്ഞാലേ, നമുക്കിതൊരു ആഘോഷമായി കേട്ടു കണ്ടു അങ്ങ് പോയി, വെറുതെ സമയമില്ല നമുക്ക്. ഓർത്തിരിക്കാനുള്ള സമയമല്ല. നമുക്ക് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ തന്നെ മഹാബലിയെ പറ്റി മറ്റൊരു തരത്തിലുള്ളൊരു രീതി നമ്മൾ കേട്ട് ധരിച്ചിട്ടുണ്ടെങ്കിലും, അപ്പോൾ എനിക്ക് തോന്നിപ്പോയി, ഇത്രയും വലിയ മഹാവിഷ്ണുവിന് വന്ന് വേഷപ്രച്ഛന്നായിട്ട് വന്ന് ഇങ്ങനൊരു കാപട്യം കാണിക്കേണ്ട ആവശ്യമുണ്ടോ? മഹാബലിയുടെ മുൻപിൽ അദ്ദേഹത്തിന് പോലും അങ്ങനെ നിൽക്കേണ്ടി വന്നു. ഇദ്ദേഹത്തിന്റെ മഹത്വം എത്രമാത്രം വലുതാണ് എന്ന് നമ്മളെ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തുക. പക്ഷെ എത്ര മഹത്വമാണെങ്കിലും മഹാവിഷ്ണുവിനേക്കാൾ വലുതൊന്നും അല്ലല്ലോ പ്രപഞ്ചത്തിലാരും. അദ്ദേഹത്തിന് ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഈ കവടവേഷം ധരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറ്റി ചിന്തിച്ചപ്പോഴാണ് ഞാനിങ്ങനെ വായിച്ചു വന്നപ്പോൾ അവിടുന്ന് ചില പല ഏടുകളിലും പല പുസ്തകം, ഇതൊരു പുസ്തകത്തിൽ മാത്രമായിരിക്കത്തില്ല പറയുന്ന പല കാര്യങ്ങളും, പല പുസ്തകങ്ങളായിട്ടായിരിക്കാം. മഹാബലിയെ കുറിച്ച് പല സ്ഥലങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. അതെ, എന്നാൽ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം ഇതാണല്ലോ അടിസ്ഥാനമായിട്ടുള്ള കാര്യം നടക്കുന്നത്. അപ്പം അങ്ങനെ വന്ന് ഈ പറയുന്ന ഒരു സാഹചര്യം കഴിഞ്ഞപ്പോഴാണ് ആ ഓരോരുത്തരെയും കൊന്നാൻ വരുന്നവർക്കൊക്കെ മഹാവിഷ്ണു മോക്ഷം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവിടെ പോലും ആ കഴിഞ്ഞ ജന്മത്തെ ഈ മോക്ഷപ്രാപ്തിക്കുള്ള സാഹചര്യം ഇല്ല. പിന്നീട് ഭഗവാൻ മകനായിട്ട് ജനിക്കാനുള്ള സാഹചര്യം ഇല്ല, കാരണം അസുര സ്ത്രീയാണ്. അപ്പോൾ അസുര സ്ത്രീയിൽ ഈശ്വരാവതാരം സാധ്യമല്ല. അപ്പോൾ അങ്ങനെയാണ് മറ്റൊരു രീതിയിൽ ഭഗവാന്റെ അടുത്ത് വരികയും അമ്മയുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് മോക്ഷപ്രാപ്തി അടയുകയും ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ധരിക്കുന്ന പോലെ ഈ ശ്രീകൃഷ്ണൻ എല്ലാവരെയും ചുമ്മാ അതങ്ങ് കൊല്ലുകയല്ല, അതിനൊരു കാരണമുണ്ട്. അവർക്കെല്ലാം മോക്ഷവും കിട്ടുകയാണ്. കംസനെ അമ്മാവനെ കൊന്നു പറയും, കംസന് മോക്ഷം കിട്ടുകയാണ്. തീർച്ചയായിട്ടും. അങ്ങനെ കൃഷ്ണൻ മോക്ഷപ്രാപ്തിക്കുള്ളവരെ മാത്രമേ കൊന്നിട്ടുള്ളൂ. അല്ല, ശ്രീകൃഷ്ണൻ ഒരുപാട് പേരെ കൊന്നിട്ടില്ല, വളരെ വിരളെണ്ണ ആളുകൾ. അങ്ങനെ ഒരു മോക്ഷമാണ്. അങ്ങനെ മഹാബലിക്ക് കിട്ടിയ ആ മോക്ഷപ്രാപ്തിയും അത് കഴിഞ്ഞ് ഈ സാരസ്വത മനുവിൻ്റെ കാലം വരെ, ആ മന്വന്തരം വരെ സുതലത്തിലാണ് കഴിയുന്നത്. അവിടെ വെച്ചാണ് നമ്മുടെ രാവണൻ വന്ന് ഒരു ദർശനമൊക്കെ നടത്തുന്നുണ്ട്. അതിനെപ്പറ്റി ഒരു ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്കത് മഹാബലിയുടെ കാര്യമാണ്. മഹാബലിയുടെ ആ രാവണൻ വന്ന് മഹാബലിയെ കണ്ടു. പുള്ളി വരമൊക്കെ വാങ്ങിച്ചല്ലോ. വരമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പുഷ്പവാനത്തിന് ഇങ്ങനെ പറന്ന് നടന്ന് പോയ കൂട്ടത്തിലാണ്
മഹാബലി ഈ കാണുന്നത്. മഹാബലിയുടെ പറന്ന് മേളിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഇറങ്ങി. ഉം. ഇവർ തമ്മിൽ പറയാ എന്താ മച്ചണന്മാരല്ലേ. അതെ 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 അതെ. അങ്ങനെ മച്ചനെ കണ്ടിട്ട് പോവാം. അവിടെ ഒന്ന് ഇറങ്ങി. അവിടെ ഒന്ന് ഇറങ്ങിയപ്പോൾ നോക്കിയാൽ ഒരു ദ്വാരപാലകനൊക്കെ നിൽക്കുന്നു. ഉം. ആ ദ്വാരപാലൻ എങ്ങനെ നിൽക്കുന്നതെന്ന് കേട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ? ഇല്ല. ദ്വാരപാലകന്മാര് ഈ ദ്വാരപാലൻ ആ മഹാബലിക്ക് നിൽക്കുന്ന ദ്വാരപാലകൻ 2 അഗ്നിജ്വാലയുടെ നടുക്കാണ്. ഓ അത് ശരി. അപ്പം നമുക്ക് ഊഹിയാമല്ലോ ദ്വാരപാലൻ്റെ ശക്തി എത്രമാത്രം വലുതായിരിക്കും അല്ലേ. അതെ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ രാവണൻ ശ്രദ്ധിച്ചില്ല. എങ്കിലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ അവിടെ ചെന്ന് കണ്ടു, അഭിവാദ്യം ചെയ്തു, ഇരുന്നു പറഞ്ഞു. അവ ചോദിച്ചു, നിന്നെ ഇങ്ങനെ മഹാവിഷ്ണു തടയിലിട്ടിരിക്കുകയാണല്ലേ? അല്ല, അങ്ങനൊന്നും പറയണ്ട, വിഷമിക്കണ്ട, ഞാനിപ്പോൾ അത് അയാളെ അടിച്ചോടിച്ചേക്കാം അവിടുന്ന്. അപ്പോൾ മഹാബലി വിലക്കി, അങ്ങനല്ല, ഞാൻ തടങ്കലല്ല. കാരണം അങ്ങ് ശ്രദ്ധിച്ചോ, കയറി വന്നപ്പോൾ ഒരു ദ്വാരപാലൻ അവിടെ നിൽക്കുന്നത്. അത് ഞാൻ കണ്ടു. അതൊക്കെ സെറ്റ് കാര്യം, സാഹചര്യങ്ങളൊക്കെ വളരെ കേമമാണ്, അതൊന്നും മോശമല്ല. പക്ഷെ തടങ്കലല്ലേ. കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ എന്ന് പറയുന്നത് പോലെ ജയിലല്ലേ. അപ്പോൾ അവൻ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ മഹാബലി പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എന്ന് തോന്നിയപ്പോൾ പറഞ്ഞൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് അവിടെ ഒരു മണ്ഡപത്തിൽ 2 കാതിപ്പൂ ഇരിപ്പുണ്ട്. അതിലൊരെണ്ണം ഒന്ന് അല്പം ഒന്ന് മാറ്റി വെച്ചിട്ട് പോകാൻ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ രാവണൻ ചെന്ന് ഒരു കൈ കൊണ്ട് കണ്ട് ചുമ്മാ പിടിച്ച് ഒന്ന് അങ്ങോട്ട് നീക്കി, അനങ്ങുന്നില്ല. കൈ കൊണ്ട് നല്ലപോലെ ബലമായിട്ട് അനങ്ങുന്നില്ല. 2 കൈ കൊണ്ടും പിടിച്ചിട്ട് രോമങ്ങളുടെ വേർപ്പ് തുള്ളികൾ പോയിട്ട് രക്തം വരാൻ തുടങ്ങി. ഒന്നും അനങ്ങുന്നില്ല. പിന്നെ ആ ശ്രമം അങ്ങ് ഉപേക്ഷിച്ചപ്പോൾ ദയനീയമായിട്ട് മഹാബലിയെ നോക്കിയപ്പോൾ മഹാബലി പറഞ്ഞു, സാരമില്ല, കുഴപ്പമില്ല, ആ കാതിപ്പ് ആരുടെയാണെന്ന് അറിയാമെന്ന് ചോദിച്ചു. ഇല്ല, എൻ്റെ മുതുമുത്തച്ഛനല്ലേ ഹിരണ്യകശിപു, അദ്ദേഹം കാതിലിട്ടിരുന്ന. അപ്പോൾ ഇത്രയും വലിയ കാതിപ്പൂടാൻ ശേഷിയുള്ള ആൾ ആരായിരിക്കണം, എത്ര ബലവാനായിരിക്കണം അല്ലേ? ആ ഹിരണ്യകശിപുവിനെ കൊന്നയാളാണ് മഹാവിഷ്ണു. അപ്പോൾ ഇച്ചിരി സൂക്ഷിച്ച് അങ്ങോട്ട് പോയാൽ കൊള്ളാം. അതാണ് നരസിംഹാവതാരം. അത് ഹിരണ്യകശിപുവിനെ കൊന്നത്. പക്ഷേ ഇവിടെ വെച്ചൊന്നും ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വരബലമുണ്ട്. അവിടെ ഒരു കാര്യമുണ്ട്. അവിടെ അതേ സത്യസന്ധത പാലിച്ചേ ഒക്കത്തുള്ളൂ. കാരണം അതുപോലൊരു ഈശ്വരാവതാരം ഈശ്വരൻ കൊടുത്ത പിന്നെ ഈ മലയാളി ഈ കഥകളൊന്നും ഒക്കെ അറിഞ്ഞും അറിയാതെയും മലയാളിയുടെ ഏറ്റവും വലിയ ഉത്സവമായി ഓണം ആഘോഷിക്കുകയും എപ്പോഴും ഈ മഹാബലിയുടെ വരവിനെ വർഷത്തിനൊരിക്കൽ ഇങ്ങനെ കാത്തിരിക്കുകയും ചെയ്യാം. മലയാളിക്ക് ഏറ്റവും വലിയ ആഘോഷം ഓണമാണല്ലോ. അതെ. അപ്പോൾ മഹാബലിയുടെ ഭരണസാരഥ്യം എന്ന് പറഞ്ഞാൽ ഈ അറിവുകളൂടെ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ അറിവുണ്ടെങ്കിലേ ഭരണം ശരിയാകത്തുള്ളല്ലോ. അതെ, തീർച്ചയായും. അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ ഭരണ സാധ്യതകൾക്കൊക്കെ അതൊഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. അറിയേണ്ട കാര്യങ്ങൾ അറിയുന്നതിലല്ലേ കാര്യം, അറിവുകളെല്ലാം ഇല്ലെങ്കിലും. അപ്പോൾ അങ്ങനെ പറഞ്ഞെന്നും അപ്പോഴത്തേക്ക് മഹാവിഷ്ണു അവിടെ നിന്ന് അപ്രത്യക്ഷമായി എന്നാണ് പറയുന്നത്. കാരണം വരബലമുണ്ട്, അതേ ലംഘിക്കാൻ പാടില്ല. അപ്പോഴും സത്യസന്ധത. അപ്പോൾ ഈശ്വരന്മാരാണെങ്കിൽ പോലും സത്യത്തിന് കൊടുക്കുന്ന വില. അതെ, ഒരു ഭരണാധികാരിയുടെ സത്യസന്ധതയും നന്മയുമാണ് മഹാബലിയെ സംബന്ധിച്ച് മഹത്വമുള്ളതാണ്. അതോടൊപ്പം മഹാവിഷ്ണു പോലും ഈ സത്യത്തെ മാനിക്കുകയാണ്. അതെ. അപ്പോൾ ഈശ്വരന്മാരാണെങ്കിൽ പോലും അപ്പോൾ ആ ഭാഗമൊക്കെയാണ് നമ്മുടെ ശ്രദ്ധ വരാനുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അസുരനാണെങ്കിലും അദ്ദേഹത്തിന്റെ നന്മയെയും ശുദ്ധിയെയും ഈ മഹത്വത്തെയും എല്ലാം ദൈവങ്ങളും അംഗീകരിച്ചിരുന്നു. അതെ, അത്രയ്ക്ക് വലിയ ആളായിരുന്നു മഹാബലി. അപ്പൊ ദൈവങ്ങൾ പോലും ആ സത്യസന്ധതയ്ക്ക് വിധേയരായിട്ടാണ് പെരുമാറുന്നത്. തീർച്ചയായിട്ടും. അതാണ് മഹാവിഷ്ണുവിന്റെ ഈ മഹാബലിയുടെ മഹത്വങ്ങളുടെ പല ഏടുകളിലായിട്ട് ചെറിയ ഏടായിട്ടുള്ളതും നമ്മളൊക്കെ പരക്കെ കേൾക്കാനും ആദരിക്കാനും ഒക്കെ ഇടയായിട്ടുള്ളൊരു കാരണം. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല. സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ലഭിക്കും. ABC മലയാളം പ്രേക്ഷകർക്കായുള്ള ഒരു സുവർണ അവസരമാണിത്. നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി 75 പേജുകൾ അടങ്ങിയ ജാതകം, നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്നപരിഹാരങ്ങളും ഉൾപ്പെടെ 250 രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുകയോ വിളിക്കുകയോ ചെയ്യുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.